ഇത്തിരി പോത്തും കപ്പയും ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പോത്തിറച്ചി നന്നായിട്ട് കഴുകി അല്പം ഉപ്പിട്ട് തിരുമ്മി വയ്ക്കാം. നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടി. ഇപ്പോൾ ഇവിടെ 1 കിലോ പോത്തിറച്ചിക്കുള്ള സവാളയും എടുത്തേക്കുന്നു. കുക്കർ അത്യാവശ്യം ചൂടായി കഴിയുമ്പോൾ നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കുക്കറിലേക്ക് ഇടണം. ഇനി ഇതിലോട്ട് അല്പം ഉപ്പിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള ഏതാണ്ട് ഈ ഒരു കളർ വരുമ്പോൾ നമുക്ക് ഇതിലല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസാല വറുത്തെടുക്കണം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി എരിവ് പാകത്തിന് ഓരോരോ ഇഷ്ടം പോലെ, നല്ല എരിവുള്ളവർക്ക് കൂടുതലിടാം. ഞാൻ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടി കേട്ടോ. അപ്പോൾ മസാല നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി. ഇത് നമ്മൾ ഇതിലേക്ക് ഇടണേ. നമ്മൾ മസാല വറുത്ത ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ സമയം നമ്മൾ മസാല ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇപ്പൊ തന്നെ ഒരു കളറ് നമുക്ക് വന്നു തുടങ്ങി ഗ്രേവി. ഇപ്പൊ ഒരു ഗ്രേവിയുടെ ഒരു കളറ് ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നന്നായി മൂടി വയ്ക്കുക. തീ നന്നായി കുറച്ച് വയ്ക്കുക. തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഒരു വിസിലടിച്ചാൽ ഈ കപ്പ റെഡിയാക്കുന്നത് ഇടുക്കി സ്റ്റൈലാണ്. പെണ്ണുമ്പിള്ള ഇടുക്കിക്കാരിയാണ്, ഞാനൊരു ചാലക്കുടിക്കാരനും. അപ്പം നിങ്ങൾ അഭിപ്രായം പറയണേ, ചാലക്കുടിക്കാരുടെ പോത്തിറച്ചിയാണോ ഇടുക്കിക്കാരുടെ കപ്പയാണോ നല്ലതെന്ന് കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയണേ കമൻറ്റിൽ. കറി ഒരു പകുതി പ്രോസസ്സായിട്ടുണ്ട്. നമുക്ക് വെന്തോന്ന് നോക്കാം. നമുക്കത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കപ്പ വേവുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ പോത്തിറച്ചി ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അതിനായി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം അല്പം കടുകിടുക. 2 കുഞ്ഞി സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. മുളക് പൊടി ഇടാം, വളരെ കുറച്ചിട്ടാം. ഇനി വറ്റൽമുളക് ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് നോക്കിയത് പോത്തിറച്ചി നമ്മൾ ഇടുകയാണ്. ഇതിൽ ഇറച്ചിക്കറി നന്നായി തിളച്ച് വരുമ്പോൾ ഇതിൽ ഈ അല്പം കണ്ടോ, അല്പം ഗരം മസാല ചേർക്കണം. അല്പം പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി. അപ്പോൾ നമ്മുടെ പോത്തിറച്ചി വെന്തോന്ന് നോക്കുകയാണ് രണ്ടുപേരും, ചേട്ടത്തി അനിയത്തിയും കൂടി. ഏതാണ്ട് ഈ പരുവായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒരല്പം
പേര് പറഞ്ഞല്ലോ. കറിവേപ്പില ഇടാം. ഇനി നമുക്ക് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് ഓഫ് ചെയ്തിടാം. വെന്ത് നോക്കിയടി. എന്തോടി? കപ്പയ്ക്കുള്ള അരപ്പിന് വേണ്ടി കാന്താരിമുളക്, ജീരകം, പെരുംജീരകം, കറിവേപ്പില, ഉപ്പ്, ചെറിയുള്ളി, വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സിയിലിട്ട് അരച്ച് നമ്മൾ കപ്പയിൽ ചേർക്കുന്നു. കപ്പ ചീനിച്ചട്ടിലേക്ക് ഇടണേ. നല്ല സൂപ്പർ കപ്പയാണ്, കണ്ടിട്ട് അങ്ങനെ. അപ്പോൾ കപ്പ ഇട്ടതിന് ശേഷം നടുവിലൊരു ഗ്യാപ്പ് കൊടുക്കുക. അപ്പോൾ ഈ ഗ്യാപ്പിലേക്കാണ് നമ്മൾ തേങ്ങയുടെ അരപ്പിടുന്നത്. ഇനി നമ്മൾ ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഈ കപ്പ മൊത്തം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കവർ ചെയ്തിട്ട് തീ കത്തിച്ച് ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പ സെറ്റായി വരുന്നുണ്ട്. ഇല്ല, അമ്മ പട്ടിണി ഇടുന്നുള്ളൂ. ഓക്കെ. അതിൽ